കേരളത്തിന്റെ കാഥികൻ സാംബശിവനെ അടിയന്തരാവസ്ഥയിൽ തുറങ്കിലടച്ചത് കെ കരുണാകരനും ബേബി ജോണും ചേർന്നെന്ന മകൻ വസന്തകുമാർ സാംബശിവൻ. നിയമസഭയിൽ സാംബശിവനെ അറസ്റ്റ് ചെയ്തത് ചൂണ്ടിക്കാണിച്ചപ്പോൾ മറുപടി പറഞ്ഞത് അന്നത്തെ റവന്യൂ മന്ത്രി ബേബി ജോൺ. 20-ാം നൂറ്റാണ്ട് എന്ന കഥാപ്രസംഗമായിരുന്നു അറസ്റ്റിൽ കലാശിച്ചത്. ഒരു കെട്ടിടം ഉയർന്നു നിൽക്കുന്നു, ഒരു പുതിയ കെട്ടിടം തലയുയർത്തി നിൽക്കുന്നു. നൂതന നിർമ്മിതിയാണ് അത്യാധുനികം. നൂതന നിർമ്മിതിയാണ് അത്യാധുനികം. പെൺമുകിൽ നിരകിന്നിലാകെ യവനികയായി, പെൺമുകിൽ നിരകിന്നിയ നീലിമ പിന്നിലാകെ യവനികയായി. നൂതന നിർമ്മിതിയാണ് അത്യാധുനികം. ഇന്ദിരാഗാന്ധി എന്ന ഹിറ്റ്ലറിന്റെ അടിയന്തരാവസ്ഥക്കെതിരെ ജനകീയ കലാകാരൻ 20-ാം നൂറ്റാണ്ടിലൂടെ ഉയർത്തിയ അതിരൂക്ഷ വിമർശനത്തിൽ പക വീട്ടുകയായിരുന്നു അന്നത്തെ മന്ത്രിമാരായ ലീഡർ കെ കരുണാകരനും ബേബി ജോണും. കാഥികൻ സാംബശിവൻ തന്റെ കഥാപ്രസംഗത്തിലൂടെ അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന EMSന്റെ മുദ്രാവാക്യം ഏറ്റെടുത്തു വിളിച്ചു. PK ഗുരുദാസനൊപ്പം സാംബശിവനും കൽത്തുറങ്കലിൽ അടയ്ക്കപ്പെട്ടു. ഈ ദേശീയ രാഷ്ട്രീയം എത്രമാത്രം അപകടം നിറഞ്ഞ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് കൃത്യമായി വിലയിരുത്തി EMS സംസാരിച്ചു. അവിടെയുള്ള സാംസ്കാരിക പ്രവർത്തകർ ഒട്ടേറെ പേർ ഇതിന് ചേർന്നുകൊണ്ട് പ്രതിജ്ഞ കൈക്കൊണ്ടു. ഏറ്റവും ഒടുവിൽ എഴുന്നേറ്റത് എൻ്റെ പിതാവ് വി സാംബശിവനാണ്. അദ്ദേഹം പറഞ്ഞു, EMSൻ്റെ ഈ ആഹ്വാനം ഞാൻ സർവാത്മന സ്വാഗതം ചെയ്യുന്നു, ഞാൻ ആ പ്രതിജ്ഞ കൈക്കൊള്ളുന്നു, എൻ്റെ കഥാപ്രസംഗ കലയെ അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ടുള്ള ഏറ്റവും വലിയ ആയുധമാക്കി ഞാൻ മാറ്റുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അന്വേഷണത്തിൻ്റെ ഒടുവിൽ തിരഞ്ഞെടുത്ത കഥയാണ് 20-ാം നൂറ്റാണ്ട്. കവർന്നെടുത്തുവോ കാർമേഘം നിൻ കാർക്കുഴലിൻ നീലിമയാകെ, ഇന്ദുമുഖി നിൻ ചില്ലികളാവാൻ ഇന്ദ്രധനുസിനു പണി തീർന്നില്ല. അതിലെ കുന്തിഗുഹയെ വർണ്ണിക്കുന്ന ഇതാണ്. ഒപ്പം തന്നെ ഇന്ത്യയുടെ 2 മുഖങ്ങൾ വരച്ചു കാട്ടുന്ന ഒരു ഗാനമുണ്ട്. കഞ്ഞിത്തെളി കാണാതുഴലുന്നൊരു കൽക്കത്തായതു വേറെ, വർണ്ണോജ്വലമൊരു ലോകം മറ്റൊരു കൽക്കത്തായിതു വേറെ. ഇതോ സ്വതന്ത്ര ഇന്ത്യ, ഇതോ സ്വതന്ത്ര ഇന്ത്യ, ഇതു താൻ സ്വതന്ത്ര ഇന്ത്യ. EMSന്റെ മുദ്രാവാക്യമായിരുന്നു അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്നുള്ളത്. ആ മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ടായിരുന്നു വി സാംബശിവൻ ലോകം മുഴുവനും അന്നത്തെ കാലത്ത് ഈ അരാജകത്വത്തിനെതിരെ, കാട്ടുനീതിക്കെതിരെ, ഇന്ദിരാഗാന്ധിയുടെ ആ മനുഷ്യത്വരഹിതമായ സമീപനത്തിനെതിരെ പോരാടിയതും പാട്ടുകൾ പാടി കേരളത്തിന്റെ കരയിലാകെ നടന്നത്. അതിനെ തുടർന്നുള്ള ആ പ്രതികാരമായിരുന്നു കരുണാകരനും അന്നത്തെ റവന്യൂ മന്ത്രി കൂടിയായിരുന്ന ശ്രീ ബേബി ജോൺ, ഈ 2 പേരും കൂടി ചേർന്നായിരുന്നു ഇദ്ദേഹത്തെ കാരാഗൃഹത്തിലേക്ക് അയച്ചത്. ക്യാമറാമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.